സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, ഹല്ലേലൂയാ. കുഞ്ഞുങ്ങളെ ഓടിവാ. ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇപ്പോൾ 5:10 സാരമില്ല. നിങ്ങൾ 5 മണിക്ക് കിട്ടാത്തൊരു വിഷമം വിചാരിക്കരുത്, ദേഷ്യം വരരുത്. എന്നെ ഒന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മ ചെല്ലും. നമുക്കറിയാം നാളെ ഇന്ന് ബുധനാഴ്ചയല്ല, നാളെ കഴിഞ്ഞ് വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച നമ്മുടെ കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷൻ. പ്രത്യേകിച്ച് നമുക്കറിയാം ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ പ്രത്യേക തിരുനാൾ ദിവസം, മുത്തിയമ്മയുടെ തീർത്ഥാടന കേന്ദ്രം, നോമ്പിലെ ദിവസങ്ങളാണ്. അതേപോലെ തന്നെ കുറവലങ്ങാട് ഇടവക ദേവാലയത്തിൽ പ്രത്യേകിച്ച് അഖണ്ഡ ബൈബിൾ പാരായണ വചനവായന നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാപന ദിവസമാണ്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് അവിടെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കുട്ടിയാനിക്കലച്ചൻ്റെ പ്രത്യേക ഒരു ഇനീഷ്യേറ്റീവിൽ ഇടവക സമൂഹം മുഴുവൻ ചുമ്മാനും കൊച്ചുമാരെല്ലാവരും ചേർന്ന് വചനവായനയുടെ സമാപനം, അതിൻ്റെ സമാപന കുർബാന, അതിനെ തുടർന്ന് അങ്ങനെ ഓരോരോ ശുശ്രൂഷകളാണ്. പിന്നെ നൊവേന, പിന്നെ നമുക്ക് ധ്യാനം ശുശ്രൂഷകൾ, എത്രയും എല്ലാ ശുശ്രൂഷകളും തീരും. പിന്നെ നിങ്ങൾ പേഴ്സണലായിട്ടൊക്കെ കണ്ട് പ്രത്യേകമായിട്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും കേട്ടോ. കുഞ്ഞുങ്ങളെ നിങ്ങളെപ്പോഴും പപ്പേനെ മമ്മിനെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. കുറവലങ്ങാട് പ്രൈസ് അല്ല. ഒരു നന്മറം ചൊല്ലി അന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്കൊന്ന് മധ്യസ്ഥം വഹിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അറിഞ്ഞിട്ടും തടയാതിരുന്നാൽ എന്നതിനെക്കുറിച്ചാണ്. അറിഞ്ഞിട്ടും തടയാതിരുന്നാൽ. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ഇതാണ് ഇതിൻ്റെ പോക്കുന്ന കാര്യങ്ങൾ അറിയാം, പക്ഷെ നമ്മൾ തടയും. ഇതിന് സമാനമായൊരു അതിന് കഴിഞ്ഞ ദിവസം വേറെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മയാണ്. ഇത് തന്നെയല്ലോ അല്ലേ? അത് തന്നെ സഹോദരങ്ങളെ. അതായത് അവൻ പറമ്പ് വെച്ച് കെട്ടിയ അനന്യാസ് സഫീറയുമാണ് കഥാപാത്രം. പറമ്പ് വെച്ച് വിലയുടെ ഒരു ഭാഗം എന്തെന്നറിയോ, ഭാര്യയുടെ അറിവോടുകൂടി അവൻ മാറ്റിവെച്ചു. അന്യാസം മാറ്റി വെക്കുകയാണ്. ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് ഞാൻ ഈ ഭാര്യയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇരിക്കുക. അതായത് ഈ പൈസ ഇങ്ങനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ സമ്പത്ത് കിട്ടിയ അല്ലെങ്കിൽ സമ്പത്തല്ല, ഈ സ്ഥലം വിറ്റ് കിട്ടിയ ആ ഒരു സമ്പത്ത്, അത് ഈ ഭാര്യയുടെ അറിവോടുകൂടി മാറ്റി വെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ഇപ്പോൾ ആദ്യം നഷ്ടം വന്നത് ആർക്കാണ്? ഭാര്യയ്ക്ക് തന്നെ നഷ്ടം വന്നല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതായത് അനന്യാസം നഷ്ടപ്പെട്ടു പോവാം. ഇനി ആത്യന്തികമായിട്ട് നഷ്ടം വന്ന ആർക്കാന്ന് ചിന്തിച്ച് നോക്കി. അന്യാസം സഫീറയ്ക്ക് മക്കളുണ്ടായിരുന്നോ ഇല്ല എന്നുള്ള കാര്യം ബൈബിൾ എഴുതിയിട്ടില്ല. ഇനി അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അങ്ങ് എഴുതിയിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ കരുതാം നഷ്ടം ആർക്കാ സംഭവിക്കുക? മക്കൾക്ക് പറ്റും. ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ശരിക്കും പറഞ്ഞാൽ ആ മക്കൾക്കൊക്കെ നന്മ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ മാറ്റി വെച്ചത്. നിങ്ങൾ ചിന്തിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മൾ അറിഞ്ഞിട്ട്, ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട്, പാപമാണെന്ന് അറിഞ്ഞിട്ട് പറയാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾക്കിത് അറിയാം, പക്ഷെ നമ്മൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് നഷ്ടം നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ടി വരിക. എനിക്കിത് പറയുമ്പോൾ ഒരുപാട് വ്യക്തികളുടെ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നു. ഞാൻ അവർക്കാണ് 1-ാം പ്രമാണമൊക്കെ ലംഘിക്കാനായിട്ട് ചില വ്യക്തികൾ ഒക്കെ പോകുന്ന സമയത്ത് ഭാര്യയോടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എവിടെ ടോക്കി പറഞ്ഞ പോലെ ഉണ്ട്. അത് പറഞ്ഞിങ്ങനെയാണ്, അത് ചേട്ടന് അപ്രീതി ആകണ്ടോന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ എന്താ അവസാനം എല്ലാം തകർന്ന് ഇത് അനുഭവിച്ചാരാ? ഈ അമ്മച്ചി തന്നെയാണ് അനുഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ തടയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതൊരു ജീവിതത്തിൻ്റെ ഒരു വചനം പാലിക്കലായിട്ട് തന്നെ നമ്മൾ എടുക്കാം. വാസ്തവത്തിൽ നമ്മളെ പല കാര്യങ്ങൾ അറിയിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? 1, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? 2, നമ്മൾ അങ്ങനത്തെ കാര്യത്തിൽ പങ്കുചേരാതിരിക്കാൻ വേണ്ടിയിട്ട്. 3, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പല തെറ്റായ കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വചനങ്ങളൊക്കെ നമ്മൾ മനസ്സ് സൂക്ഷിക്കാം. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ നാമത്തിന് അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തികളുടെ മേലും കുടുംബത്തിൻ്റെ മേലും ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരികളും പൈശാചക്തികളും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ ചാട്ടി പായിക്കും. ഇന്നേ ശുശ്രൂഷ സമ്മതിക്കുന്നു ഓരോരുത്തരും കർത്താവ് കൃത്യം കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ് നാളെ കഴിഞ്ഞുള്ള 2-ാം വെള്ളി കൺവെൻഷൻ കുറവലങ്ങാട് വരാനവർക്ക് വഴി തുറന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ, വ്യക്തിപരമായ നിയമങ്ങളെല്ലാം ആശീർവദിക്കുന്ന കർത്താവേ, എന്തെങ്കിലും പ്രത്യേക നിയമം ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.